സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലം ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഇത് നവീകരിച്ചിട്ട് കുറേ അറ്റകുറ്റപ്പണികളും ഒക്കെ ചെയ്ത് നവീകരിച്ചിട്ട് ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സാറും ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അധ്യക്ഷതയിലാണ് നടക്കുന്നത്. അപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് ഇപ്പം സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മളെ ഷീറ്റൊക്കെ പുതിയതാക്കി പെയിൻ്റൊക്കെ അടിച്ച് റെഡിയായി അടിപൊളിയാക്കിയിരുന്നു. ഉഷാറായി റെഡിയായി നിൽക്കുകയാണ്. MLA ഇവിടെ സ്ഥലത്തെത്തിയില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്താണ്. ഇവിടെ ഒരു കഫേ ഉണ്ട്, ഫുള്ളാലാസ്. അതിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കയറി കാണുക. വെള്ളം കളിക്കുള്ള വഞ്ചിയൊക്കെ റെഡിയാണ്. 17-ാം തീയതിയാണ് ജലോത്സവം. ഇതാണ് തൂക്കുപാലം പുതുക്കി പണിത്. പറക്കം കുതിര, അപ്പുറത്തെ ജലറാണി. ഇത് സ്റ്റേജാണ്. നമ്മുടെ സ്റ്റേജിൻ്റെ മേലെ ആരും കയറാൻ പാടില്ല. ഇപ്പോൾ പൊളിയാനയക്കുന്ന സംഗതി. ആ സ്റ്റേജും കൂടി ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ പൊളിച്ച് നന്നാക്കണം. പക്ഷെ പൊളിച്ചിട്ടില്ല അവർ. പൊളിച്ചിടണം ശരിക്കും. പിന്നെ പൊളിച്ച് പുതിയതായിട്ടുണ്ടാക്കണം. അതും കൂടി ഒന്ന് ഉഷാറാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു, അടിപൊളിയാവും. അപ്പോൾ പിന്നെ നല്ലൊരു സ്റ്റേജും ജലോത്സവമൊക്കെ ആയിട്ട് നല്ല ഉഷാറാവും. തൂക്കുപാലം ഏകദേശം ഉഷാറായി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. റിബണൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം എത്താറായിരിക്കണ ആളെത്തി. പൊന്നാനിയിലെ BM കായലിൻ്റെ മനോഹാരിത സന്ദർശകർക്ക് ഹൃദയഹാരിയായ ഒരു കാഴ്ചയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുളിക്കക്കടവ് ടൂറിസവുമായി ബന്ധപ്പെട്ട് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ കുറേ കാലമായിട്ട് ഈ തൂക്കുപാലം കാലപ്പഴക്കത്താൽ ജീർണിച്ചു പോകുന്ന, തുരുമ്പെടുത്തു പോകുന്ന ഒരു ഘട്ടമുണ്ടായി. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് പൊന്നാനി മേഖലയിലേക്ക് മാറഞ്ചേരി പഞ്ചായത്തിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ പൊന്നാനിയിലെ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു യാത്രാ പാലം കൂടിയാണ് ഈ തൂക്കുപാലം. അതിൻ്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായിട്ടുള്ള MLA നിരന്തരം പൊന്നാനി നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തൂക്കുപാലം പുതുക്കി പണിയുന്ന പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പുളിക്കക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷൻ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്ന തരത്തിലുള്ള
നവീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ടൂറിസം പ്രോജക്റ്റുകളുമാണ് പൊന്നാനി നഗരസഭ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇത് BM കായൽ ടൂറിസം അത് കേരളത്തിലെ എല്ലായിടത്തും യാത്രക്കാർ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പൊന്നാനി നഗരസഭയ്ക്കുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നന്ദേട്ടനെ സ്നേഹപൂർവ്വം നമ്മുടെ നഗരസഭാ ചെയർമാൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ പൊന്നാനി ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പദ്ധതികൾ പൊന്നാനിയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർക്കാരിന് മുമ്പിൽ 4 വലിയ പദ്ധതികൾ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനം വളരെ വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. അതിന് ഊക്കുകൂട്ടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കത്തക്ക രൂപത്തിലേക്കുള്ള ഒരു പദ്ധതിയാണ് പൊന്നാനി നഗരസഭ ഈ തൂക്കുപാലത്തിൻ്റെ നവീകരണത്തിൽ കൂടി ചെയ്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തൂക്കുപാലം നിർവഹിക്കുന്നത്. ഒന്ന്, നമ്മളെ മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ യാത്രക്കാർക്കും ഇങ്ങനെ കടന്നു വരുന്നതിന് യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. രണ്ടാമത്, നമ്മൾ ടൂറിസം ആകർഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് പൊന്നാനിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് BM കായലിൻ്റെ ഒരു മനോഹാരിതയെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒന്നായി മാറിയിരിക്കുകയാണ് ഈ തൂക്കുപാലം. ഈ 2 പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്ന തൂക്കുപാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഈ എല്ലാ നിലയ്ക്കും പൊന്നാനി നഗരസഭ അതിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനമാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രവർത്തനത്തിൻ്റെ പുതിയൊരു രൂപം കൂടി ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇനിയും ഈ പ്രദേശം ഒരു മെച്ചപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വള്ളംകളി നടക്കുന്ന പ്രദേശമാണിത്. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ കണ്ടുപോകുന്ന പ്രദേശമാണിത്. അതൊക്കെ ആകർഷിക്കത്തക്ക രൂപത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനത്തിന് പ്രത്യേക പദ്ധതി മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയണം. അതിനാവശ്യമായ എല്ലാ ഇടപെടൽ നടത്താൻ മുനിസിപ്പാലിറ്റി ശ്രമിക്കും എന്നാണ്. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അതിനാവശ്യമായ ചില ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഒത്തൊരുമിച്ച് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ തൂക്കുപാലത്തിൻ്റെ അക്കരെ കാഞ്ഞിര ഭാഗമാണ്. കുഴപ്പമില്ല, സംഗതി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. ഉറപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പൊളിക്കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ എന്താ പാടാണ്, എന്താണ് ഷീറ്റ് എന്നുള്ള അറിയില്ല. ഷീറ്റ് ഇരുമ്പ് തന്നെ ആവും, പെയിൻ്റ് അടിച്ച കാരണം അറിയില്ലേ. ഇവിടെ പൊളിക്കാറ്റ് കാരണം അതാണ് ഇതിൽ കൂടുതൽ തുരുമ്പ് വരുന്നതാണ് സംഭവം. അല്ലെങ്കിൽ കുറച്ച് പക്ഷെ കയറിനൊന്നും കുഴപ്പമില്ല, കയറൊക്കെ അടിപൊളിയാണ്. കയറെന്ന് പറഞ്ഞാൽ 20 വയസ്സുള്ള അക്കന്മാരാണ്. അപ്പം അതാണ് സംഗതി. തുഴയണമെങ്കിലേ നല്ല ആരോഗ്യം തന്നെ.